ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാതെ അപ്പോൾ കരിക്ക് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ബാ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഐസ്ക്രീമിന് വേണ്ടി 2 കരിക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് നമുക്കിനി പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളവും എടുത്ത് അതിൻ്റെ പഴുപ്പുമൊക്കെ എടുത്ത് കൊണ്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ കരിക്കെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്, പഴുപ്പെല്ലാം എടുത്തു. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പഞ്ചസാര ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കരിക്കിൻ്റെ തന്നെ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് പാൽപ്പൊടിയാണ്, പാൽപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് അവസാനം കുറച്ച് കാഷ്യൂം കൂടി വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, ബദാമോ, എന്തായാലും നമ്മുടെ ഉള്ള സൗകര്യം പോലെ ചെയ്യാം. മധുരമെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ കരിക്കും മിൽക്ക് മെയ്ഡ്, ഷുഗർ, പിന്നെ ആ കരിക്കിൻ്റെ വെള്ളം, പാൽപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഐസ്ക്രീം ട്രേയിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇന്ന് ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഒരു നൈറ്റ് ഫുള്ള് ഇരുന്നിട്ട് നാളെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഏകദേശമായി. ഇനി നല്ല പോലെ തണുത്തോടെ വരണം. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഞാൻ കുറച്ച് കാഷ്യൂം കൂടി പൊടിച്ച് അതിൻ്റെ മീതെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രീസറിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡിയായി. ഓരോ സ്കൂപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു 3 കരിക്കൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ഇത് പാൽപ്പൊടിക്ക് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് നല്ലൊരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.